ശങ്കുട്ടിദാസ് ഇതിനുള്ള മറുപടിയാണ് വേണ്ടത്. അപ്പോൾ ഏത് ഗ്രന്ഥത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരം ആചാരങ്ങൾ നിശ്ചയിച്ചത്? 2, ഏത് ഗുരുവിനെ കുറിച്ചാണ് പറയുന്നത്? ദളിതർക്കും ആദിവാസികൾക്കും പഠിക്കാൻ അവസരം നിഷേധിച്ച കാലത്ത് ഉള്ള ഗുരുക്കളെ നിങ്ങൾക്ക് എങ്ങനെയാണ് പൂജിക്കാൻ കഴിയുക? ഏത് ദളിത് വിദ്യാർത്ഥിയാണ് ഗുരുവിൻ്റെ പാദ പൂജിച്ച് വിദ്യാഭ്യാസം തുടങ്ങിയത്? പോരാടി തുടങ്ങിയതല്ലേ എന്ന പ്രസക്തമായ ചോദ്യം അവിടെയാണ് ശങ്കു. നോക്കൂ, അതിനൊക്കെ ഞാൻ ഉത്തരം പറയാം. അതിനു മുമ്പ് ആദ്യം അദ്ദേഹത്തെ ഞാനൊന്ന് തിരുത്തട്ടെ. ഫാത്തിമ ഷെയ്ഖും ജ്യോതിറാവു ഫുലെയും കൂടിയിട്ടാണ് വിദ്യാലയങ്ങൾ ആരംഭിച്ചതെന്ന് പറയുന്നതിൽ ഫാത്തിമ ഷെയ്ഖ് തൻ്റെ സങ്കല്പ സൃഷ്ടിയാണെന്ന് ദിലീപ് മൊണ്ടാൽ സമ്മതിക്കുകയും അദ്ദേഹം എങ്ങനെയാണ് ആ ഫാത്തിമ ഷെയ്ഖ് എന്നൊരു കഥാപാത്രത്തെ താൻ നിർമ്മിച്ചെടുത്തത് എന്ന് ഒരു സീരീസ് ഓഫ് ട്വീറ്റ്സിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു. എങ്ങനെയാണ് ചരിത്രത്തിൽ കഥാപാത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തെളിഞ്ഞ കാര്യമാണ്. അങ്ങ് ദിലീപ് മൊണ്ടാലിൻ്റെ ആ ട്വീറ്റുകൾ കണ്ടിരുന്നെങ്കിൽ അങ്ങ് ഫാത്തിമ ഷെയ്ഖിൻ്റെ വ്യാജ ഉദാഹരണം ഇവിടെ പറയുമായിരുന്നില്ല. ശരി, പോരാടി നേടിയതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നോക്കൂ, എന്തിനാണ് നിങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ന് ഈ നാട്ടിൽ പോരാടുന്നത്? 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കിയുള്ള രാജ്യമാണിത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നതിലെ റൈറ്റ് വിത്ത് ഡിഗ്നിറ്റി എന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂടി ഉണ്ടെന്ന് ഭരണഘടന നിർവഹിച്ച രാജ്യമാണിത്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഒരു ഭരണഘടനാ അവകാശമായി പ്രഖ്യാപിച്ചുള്ള രാജ്യമാണിത്. ഇവിടെ നിങ്ങൾ പോരാടണ്ട. ഇവിടെ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമില്ല, വിദ്യാഭ്യാസം നേടാതിരിക്കാനാണ് നിങ്ങൾക്ക് അവകാശമില്ലാത്തത്. നിങ്ങൾ സ്കൂളിൽ പോകേണ്ട കറങ്ങി നടന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ക്ലാസ്സിൽ ഇരുത്തിയിട്ട് പാലും മുട്ടയിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു സംവിധാനമുള്ള സമയത്ത് നിങ്ങൾ എന്തിനാണ് ഈ പഴയ കല്ലറകളിൽ നിന്ന് ജാതിയുടെ ഭൂതത്തെ കുത്തിയെടുത്ത് കൊണ്ടുവന്നിട്ട് പോരാടി നേടിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? അതിന് മുൻപൊരു കാലമില്ല. ഇവിടെ ശരിയാണ്, ഇവിടെ ജാതിപരമായിട്ടുള്ള വലിയ വിവേചനങ്ങളും അസമത്വങ്ങളും അനീതികളും ഉണ്ടായിരുന്നു. ആ അനീതികളെയും അസമത്വങ്ങളെയും നമ്മൾ പോരാടി പരാജയപ്പെടുത്തി കഴിഞ്ഞു. അതിന് മുകളിൽ നമ്മളൊരു സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കി. ആ രാജ്യത്തിന്റെ വിദ്യാഭ്യാസം അവകാശമാണ് എന്നങ്ങ് പറയുന്നു. ശരി, പഞ്ചമിയെ പോലൊരു വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ പ്രവേശനം കൊടുത്ത ഒരു ഗുരുവിന്റെ പേര് അങ്ങ് പറഞ്ഞേ. പഞ്ചമിയെ പോലെ ഒരു വിദ്യാർത്ഥിക്ക് അങ്ങ് ചോദിക്കുന്ന ഈ പറയുന്ന വേദകാലഘട്ടത്തിലാണോ, ചരിത്രപരമായിട്ടാണോ? അയ്യങ്കാളിയുടെ കാലഘട്ടത്തിൽ പഞ്ചമിയെ പോലൊരു കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും ആ കുട്ടിക്ക് വിദ്യാലയങ്ങൾ തുറന്നു തരാം എന്ന് പറഞ്ഞൊരു ഗുരുവിന്റെ പേര് പറഞ്ഞേ. ധാരാളം ഗുരുക്കന്മാരുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഭീംറാവു അംബേദ്കർ ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ഈ അംബേവാഡയിൽ എന്നുള്ള പേര് പോലും അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് നൽകുന്നത്. സ്കൂളിൽ അദ്ദേഹം നേരിട്ട വിവേചനം എന്താണെന്ന് ബോധ്യമായിട്ടല്ലേ പറയുന്നത്? ഞാൻ പറയുന്ന പോയിന്റ് എന്താ, ഒരു സങ്കല്പത്തെ പറ്റി പറയുന്നത് ജാതികളും ജാതി സമ്പ്രദായങ്ങളും ഉണ്ടാവുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലെയാണ്. അതിന്റെ ഇടക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള കാലഘട്ടത്തിലെ പോരാട്ടങ്ങളെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഉള്ള ഗുരുവിനെയാണോ നമ്മൾ പൂജിക്കുന്നത്? പഞ്ചമിയുടെ കാലത്തെ ഗുരുവിനെയാണോ പൂജിക്കുന്നത്? അതിനു മുമ്പുള്ള സാങ്കല്പിക ഇതിഹാസ കാലത്തെ ഗുരുവിനെയാണോ പൂജിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന്റെ യുക്തി നിങ്ങൾ സ്വയം മനസ്സിലാക്കും. നോക്കൂ, ഗുരു എന്ന് പറയുന്ന ഭാരതീയമായിട്ടുള്ള സങ്കല്പം എന്താണ്? ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എന്നാണ് മന്ത്രം. അതായത് സാക്ഷാത് പരബ്രഹ്മം തന്നെയാണ് ഗുരു. ആദ്യമായിട്ടുള്ള ശിവനെ തന്നെ ഗുരുവായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പരാം ആരംഭിച്ച് ഗുരു എന്ന് പറയുന്ന സങ്കല്പം ഗുരു സാക്ഷാത് പരബ്രഹ്മമല്ല. സെറ്റും നെറ്റും തെറ്റും കേട്ടറ്റും പരീക്ഷ പാസ്സായിട്ട് വരാത്ത ആൾക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റൂല. അതാണ് വർത്തമാന കാലത്തെ ഗുരു. ആ ഗുരുവിനെ പൂജിക്കുന്നത് എന്തിനാണ്? അതങ്ങ് പറഞ്ഞു. ഇവിടെ ഗുരു എന്ന് പറയുന്ന സങ്കല്പം എന്താണ്? ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ പണ്ട് തൊട്ടേ നമ്മളുടെ ഒരു വളരെ പ്രധാനമായിട്ടുള്ള എന്താണ് മാതാപിതാ ഗുരു ദൈവം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ ഈശ്വരനോട് വളരെ ചേർന്ന് നിൽക്കുന്ന, നമുക്ക് വിദ്യ തരുന്ന, നമുക്ക് അറിവ് പ്രദാനം ചെയ്യുന്ന ആചാര്യനെയാണ് നമ്മൾ ഗുരുവായി കാണുന്നത്. അങ്ങനെയുള്ള അറിവിനെ തന്നെ ഈശ്വരനായിട്ട് ആരാധിച്ചൊരു സംസ്കാരമാണിത്. വിദ്യയെ സരസ്വതി ദേവതയായി സങ്കല്പിച്ചിട്ടുള്ള, വിദ്യാലയങ്ങളെ സരസ്വതി ക്ഷേത്രങ്ങളായി കണ്ടിട്ടുള്ള ഒരു സംസ്കാരമാണ്. അവിടെ നമുക്ക് വിദ്യ പകർന്നു തരുന്ന ഗുരുനാഥൻ ഈശ്വര തുല്യനായി കണ്ട്
സങ്കല്പിച്ച് അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്ന ഒരു സംസ്കാരവും ഒരു പൈതൃകവും ഇവിടെയുണ്ട്. ആ കാലഘട്ടത്തിന്റെ ഇടക്കാലത്ത് എപ്പോഴും ഒരു അപഭ്രംശം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വർണ്ണങ്ങൾ ജാതികൾക്കും ജാതി വിവേചനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അതിന്റെ പേരിലുള്ള ഉച്ചനീചത്വങ്ങളും വൈത്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ നവോത്ഥാന മുന്നേറ്റങ്ങളും അതിനെതിരെ വലിയ പോരാട്ടങ്ങളും അതിനെതിരെ പരിഷ്കരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ പറയുന്ന ജാതിപരമായിട്ടുള്ള വിവേചനങ്ങളെ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. മാതൃകയായ ഗുരുക്കന്മാരെയാണോ നമ്മളിപ്പോൾ പൂജിക്കുന്നത്? ഈ വിഷയത്തിൽ എന്താണ് സാർ ജാതിയുടെ പ്രസക്തി? ഈ ഏതെങ്കിലും വിദ്യാലയത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിലാണോ ഗുരുപൂജ നടത്തിയിട്ടുള്ളത്? എല്ലാ വിദ്യാർത്ഥികളും ഒരു പുസ്തകത്തിലും ഒരു ആധികാരികമായ ഗ്രന്ഥത്തിലും ഗുരുവിനെ ഇതേപോലെ പൂജിക്കണം, കാൽ കഴുകി പൂജിക്കണം എന്ന് പറയുന്നുണ്ടോ എന്നാണ് ശംഖുവിന്റെ ചോദ്യം. ശംഖു വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ് ശംഖുവിന്റേത്. ഏതു ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൂജ? ഗുരുവിന്റെ പാദപൂജ ചെയ്യുക എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ സംസ്കാരങ്ങളിലുള്ളതാണ്. ഹിന്ദു മതത്തിൽ മാത്രമല്ല, ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയാം. ഉദാഹരണത്തിന് നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കൂ. ജോൺ 13:1-17 വരെയുള്ള വാക്യങ്ങൾ എടുത്ത് നോക്കൂ. യേശു ക്രിസ്തു അവസാനത്തെ അത്താഴത്തിന് മുമ്പ് 12 ശിഷ്യന്മാരുടെ കാല് കഴുകിച്ചതിന്റെ ആചരണത്തെ പറ്റി പറയുന്നുണ്ട്. ആ ആചരണത്തിന് വേണ്ടിയിട്ടാണ് വർഷാവർഷം പെസഹ വ്യാഴത്തിന് ഇപ്പോഴും പോപ്പും ആണെങ്കിലും ബിഷപ്പുമാരാണെങ്കിലും 12 ആളുകളുടെ കാല് കഴുകുന്ന ആചരണം നടത്തുന്നത്. സമാനമായിട്ടുള്ള ആചരണം ബുദ്ധമതത്തിലെ തേരവാദ സമ്പ്രദായത്തിലുണ്ട്. വന്ദന എന്ന് പറയുന്ന ആചരണത്തിന്റെ ഭാഗമായിട്ട് സീനിയർ മോങ്കുകളുടെ കാല് നിവേദ എന്ന് പറയുന്ന ട്രഡീഷണൽ ജൂനിയർ മോങ്സ് കഴുകി കൊടുക്കുന്ന ആചരണമുണ്ട്. ഈ പറയുന്ന യഹൂദ മതത്തിന്റെ ജെനസിസ് 18:4 എടുത്തു നോക്കൂ. അതിഥികളായിട്ട് വീട്ടിൽ വരുന്ന ആൻഷ്യന്റ് ഇസ്രായേലിൽ അതിഥികളായി വീട്ടിൽ വരുന്ന ആളുകളെ പാദം ഓരോ സംസ്കാരത്തിന്റെയും ഓരോ കാലഘട്ടത്തിലെയും ഈ പറയുന്ന സാംസ്കാരിക നിർമ്മിതികളാണ്. ശരി, ഗുരുവിന്റെ കാല് പൂജിച്ചു തുടങ്ങുന്നു എന്ന് പറയുന്നതിന് ആധികാരികമായ ഒരു ഗ്രന്ഥം പറയൂ. ബ്രാഹ്മണരുടെ കാൽ എന്നതല്ലാതെ ഗുരുവിന്റെ കാൽ പൂജിച്ചു തുടങ്ങണം എന്ന് പറയുന്ന ഏതെങ്കിലും താന്ത്രിക ഗ്രന്ഥമോ ഏതെങ്കിലും പുരാണ വേദ ഉപനിഷത്തിന്റെ ഭാഗമോ താങ്കൾക്ക് ഉദ്ധരിക്കാനുണ്ടെങ്കിലാവാം. നോക്കൂ, ഞാൻ വീണ്ടും ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്, ഇത് താന്ത്രിക ഗ്രന്ഥങ്ങളുടെയോ ഇത് ഇതിഹാസങ്ങളുടെയോ ഏതെങ്കിലും കൃത്യമായിട്ടുള്ള സൂക്തങ്ങളുടെയോ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ഒരു മതപരമായിട്ടുള്ള ആചരണമല്ല. കാലമായിട്ട് സംസ്കാരമാണ്. ഇനി സാംസ്കാരികമായി എന്ന് പറയുന്നു. ആ സാംസ്കാരികമായ തെളിവ് സാംസ്കാരികമാണെങ്കിലും വേണമല്ലോ ഒരടയാളം. അതിന് പറയും ബ്രാഹ്മണരല്ലാതെ അധ്യാപകരെ പൂജിച്ചതിന്റെ തെളിവ്. നോക്കൂ, മഹാഭാരതത്തിലോ രാമായണത്തിലോ നിങ്ങൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശ്രീകൃഷ്ണനും സുധാമാവും അദ്ദേഹത്തിന്റെ ആചാര്യന്റെ കൂടെ താമസിച്ചിരുന്ന സമയത്ത് പാദപൂജ ചെയ്തതിനെ പറ്റി കാണാം. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ആ ആചാര്യൻ എന്ന് പറയാൻ സാധിക്കും. ഏതെങ്കിലും ഒരു മതത്തിലേക്ക് പോയി അല്ലോ. നോക്ക്, നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഞാൻ എന്താണ് വേണ്ടത്? അബ്രാഹ്മണനായിട്ടുള്ള ഒരു ഗുരുവിന്റെ പാദപൂജ ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണോ ഞാൻ പറഞ്ഞു തരേണ്ടത്? സാംസ്കാരികമായി ഗുരുപൂജ നിഷ്കർഷിക്കുന്ന ഒരു ഗ്രന്ഥമോ ആധികാരികമായ ഒരു ചരിത്ര സന്ദർഭമോ താങ്കൾക്ക് പറയാമോ? അങ്ങനെ ഒരു ഗ്രന്ഥത്തിന്റെയോ അങ്ങനെ ഏതെങ്കിലും ഉള്ള കൃത്യമായിട്ടുള്ള ഒരു ശാസനയുടെയോ അടിസ്ഥാനത്തിലല്ല. ഇതൊരു ആൻഷ്യന്റ് ആൻഡ് ട്രഡീഷണൽ പ്രാക്ടീസ് എത്രയോ കാലമായിട്ട് ഇവിടെ എവിടെയാണ് ബ്രാഹ്മണൻ വന്ന് ഞാൻ ചോദിക്കുന്നത്? ഈ വിദ്യാർത്ഥികളുടെ സ്കൂളുകളിൽ ഈ വിദ്യാർത്ഥികൾ പൂജിച്ചിട്ടുള്ള 27 അധ്യാപകരിൽ ഏതെങ്കിലും ഒരാൾ ബ്രാഹ്മണനാണോ? ജാതിയിൽപ്പെടുന്ന ആളുകളും ഇല്ലേ? അത് ബ്രാഹ്മണ അത് വേറെ, അതിന്റെ ഉദ്ദേശം വേറെ. ഇപ്പൊ ഉണ്ടോ എന്നുള്ളതല്ലോ പ്രശ്നം. സാർ നോക്കൂ, ഇപ്പൊ അധ്യാപകനെ തീരുമാനിക്കുന്നത് കേട്ടിട്ടും ഈ പറയുന്ന സെറ്റും നെറ്റും അല്ലേ? ഇതില്ലാതെ ഒരു ഗുരുവും ഗുരു ആവുന്നില്ലല്ലോ ശങ്കുട്ടി ദാസ്. ഇതില്ലാതെ ഒരു ഗുരുവും ഗുരു ആവുന്നില്ലല്ലോ. ആ ഗുരു ഇത് ക്വാളിഫൈ ചെയ്ത് വന്ന് ശമ്പളത്തിന് പഠിപ്പിച്ചു പോവുകയാണ്. ഒരു വിദ്യാർത്ഥിയെ സൗജന്യമായി ഈ എയ്ഡഡ് സ്കൂളിലും അൺഎയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലല്ലോ. വിവരാവകാശ നിയമം വരുന്നതിന് മുമ്പ് ഈ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവകാശമേ ഉണ്ടായിരുന്നില്ലല്ലോ. അതൊക്കെ നമ്മുടെ മുന്നിലെ വസ്തുതയല്ലേ? അതൊന്നും നമ്മൾ വിസ്മരിക്കരുത്. വിജയാലങ്കിലേക്ക് വരാം. വി കെ സനോജ്, ഇവിടെ താങ്കൾ പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു സാങ്കല്പികമായ സാംസ്കാരികമായിട്ടുള്ള എന്നാൽ ചരിത്രപരമായി രേഖപ്പെടുത്താത്ത ഇപ്പോഴും തുടരുന്ന ഒരാചാരം എന്ന നിലയിലാണ് താങ്കൾ അതിനെ കാണുന്നത്. നിർദോഷമായ ഒരു ആചാരം എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. ഗുണപരമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നു. അത് താങ്കൾക്ക് വിശ്വസിക്കാനുള്ള അവകാശമാണ്. വരാം. ശരി.
Debate with Dr. Arun Kumar.